വെട്ടിമുടി ദുരന്തം അനാഥമാക്കിയ ഗോപിക ഇനി ഡോക്ടറായി സമൂഹത്തെ സേവിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജിൽ പഠനം തുടങ്ങുകയാണ് വെട്ടിമുടിയുടെ പ്രിയപുത്രി. പാല ബ്രില്യൻ സ്റ്റഡി സെന്ററാണ് ഗോപികയെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. തൻ്റെ ഊരിൽ വൈദ്യസഹായമില്ലാതെ നിരവധി ജീവനുകൾ ഇല്ലാതായ കാഴ്ച കണ്ടാണ് കൊച്ചു ഗോപിക വളർന്നത്. പിന്നീട് പെട്ടിമുടിയിലുണ്ടായ ദുരന്തം മണ്ണിനടിയിൽ ഇല്ലാതാക്കിയത് ഗോപികയുടെ എല്ലാമായ അച്ഛനെയും അമ്മയെയുമാണ്. ഭാവി ജീവിതം ചോദ്യചിഹ്നമായി നിന്ന വേളയിൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പാലാ ബ്രില്യൻ്റ് കോളേജിൽ ഗോപിക എൻട്രൻസ് പഠനം തുടങ്ങിയത്. ഇന്ന് ഉന്നത വിജയം നേടി പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയിരിക്കുകയാണ് ഗോപിക. പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ നിന്നും വീണ്ടെടുത്ത ചെളിപുരണ്ട അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങളാണ് ഇന്ന് അവരെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ബാക്കിപത്രം. ദുരന്തത്തിൽ നിന്ന് താനും സഹോദരിയും മാത്രം രക്ഷപ്പെട്ടതോർക്കുമ്പോൾ ഗോപികയുടെ കണ്ണുകൾ നിറയും. എങ്കിലും പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ ജീവിതത്തെ നേരിടുന്നത്. ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ ഒരു ടെൻഡൻസി ആയിരുന്നു. അന്ന് ഞാൻ ഒരു ഡോക്ടർ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരാളെ പോലെ ഇങ്ങനെ രക്ഷിക്കാമായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു ടെൻഡൻസി ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഡോക്ടർ ആകണമെന്ന് തീരുമാനിച്ചത്. പിന്നെ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ വായിക്കണം, അതൊക്കെ മനസ്സിലാക്കണം, അവരെന്തൊരു വേദന സഹിച്ചിട്ടുണ്ടാകും, അതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡോക്ടർ ആകണമെന്നൊരു തീരുമാനം ഉണ്ടായി. ജീവിത പ്രതിസന്ധികൾക്കിടയിലും കരുത്തിന്റെ പ്രതീകമാണ് ഗോപികയെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു. പേരൻസിനെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടിട്ട് കടുത്ത മാനസിക സമ്മർദ്ദം വന്ന ആ കുട്ടിയെ അത്രയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കെയർ ചെയ്തിട്ട് ഇതുപോലൊരു ഉന്നത വിജയം എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ ഒരു അഭിമാനമായിട്ട് നിൽക്കുന്നത്. യഥാർത്ഥം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് ഇതുപോലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുതന്നെയാണ് ഗോപിക എല്ലാവർക്കും കാണിച്ചു തരുന്നത്. മരണമടഞ്ഞ മാതാപിതാക്കളുടെ സ്വപ്നം സാധ്യമാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് ഗോപിക. ഭാവിയിൽ സാധാരണക്കാരുടെ സഹായഹസ്തമാകാനാണ് ഗോപികയുടെ ആഗ്രഹം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 കോട്ടയം. സജിത കെ അബ്ബാസ് ഗോപികയ്ക്ക് ഒരു അഭിനന്ദനം പറഞ്ഞിരിക്കുന്നു. ഈ അഭിനന്ദനം നമ്മൾ ഗോപികയ്ക്ക് കൈമാറുന്നു. ഗോപി പഠിച്ചു മിടുക്കിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ ഗോപിക്ക് കഴിയട്ടെ. വലിയൊരു ദുഃഖം ഉള്ളിൽ പേറിയാണല്ലോ ഗോപിക വൈദ്യശാസ്ത്ര രംഗത്തേക്ക് കാലുവെച്ച് കയറുന്നത്.